ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മളുടെ ഡ്രൈവിങ്ങിൻ്റെ എക്സാമുകൾ വരികയാണ്. അപ്പോൾ നമുക്കിനി ഡ്രൈവിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു. ഈ ജനുവരി ലാസ്റ്റ് വരെ നമുക്ക് ചില നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റിയും റിന്യൂവലും. അപ്പോൾ നമുക്കറിയാം, ഓരോ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിനും ഓരോ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസിനും ഡിഫറെൻറ്റ് വാലിഡിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ ചില ലൈസൻസുകൾക്ക് 3 വർഷം, ചില ലൈസൻസുകൾക്ക് 5 വർഷം, അങ്ങനെയുള്ള ഒരു കാലാവധി പറയുന്നുണ്ട്, വാലിഡിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ലൈസൻസുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം ക്ലാസ്സുകൾക്ക് ഓരോ ക്ലാസ് ഓഫ് ലൈസൻസിന് എത്ര വർഷത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി എന്നും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അത് റിന്യൂ ചെയ്യേണ്ടതെന്നും റിന്യൂവൽ ചെയ്യാനുള്ള എന്തെല്ലാം ക്രൈറ്റീരിയയാണ് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നിലവിലുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻസ് പഠിക്കണം, അത് റിന്യൂ ചെയ്യേണ്ട ടൈം പഠിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് പോകണം. നമുക്ക് എക്സാമിന് എന്തായാലും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് 100% ചോദിക്കുന്നതിന് ഉറപ്പുണ്ട്. ഇതുവരെ നടന്ന എല്ലാ ഡ്രൈവിംഗ് എക്സാമിൽ നിന്നും ഈ ലൈസൻസിൻ്റെ വാലിഡിറ്റി റിന്യൂവലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റിയും അതോടൊപ്പം തന്നെ അതിൻ്റെ റിന്യൂവലും വരുന്ന സെക്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 14 പ്രകാരമാണ് നമുക്ക് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 15 നമ്മൾ റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നത്. ജസ്റ്റ് ആ സെക്ഷൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ സെക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ അടുത്തത് നമ്മൾ അതിൻ്റെ ഓരോ ലൈസൻസിൻ്റെയും വാലിഡിറ്റിയും കാര്യങ്ങളും നോക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി ഓഫ് ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. നമുക്കറിയാം, ലേണിംഗ് എടുക്കും അല്ലേ, നമ്മൾ ലേണിംഗ് എടുത്തിട്ട് ലേണിങ്ങിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ടായിരിക്കും. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിങ്ങിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പോൾ അത് അതിൻ്റെ വാലിഡിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ലേണിംഗ് കഴിഞ്ഞ ഡേറ്റ് മുതലായിരിക്കും എന്തായിരിക്കുക, ലേണിംഗ് ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 months ആണ് ഇപ്പോൾ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ലേണേഴ്സിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു ഡേറ്റ് കിട്ടും. അതിന് ശേഷമായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ലേണേഴ്സ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 months ആണ് ഫ്രം ദി ഇഷ്യൂ. അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതൽ, ലേണിംഗ് പാസ്സാവുന്ന ആ ഡേറ്റ് മുതൽ 6 മാസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലൈസൻസിൻ്റെ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി ആണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ട് ലൈസൻസ് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. 5 വർഷത്തേക്കാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 5 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പല ആളുകളും ആൻസർ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5 വർഷമല്ല കാണുക, അവിടെ 3 വർഷം കാണാൻ പറ്റും. കാരണം 2019 അമെൻമെൻറ്റിൽ ഈ കാര്യങ്ങൾ എല്ലാ വാലിഡിറ്റിയും അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് തന്നെയായിരുന്നു 2019 വന്നത്. അപ്പോൾ 2019 അമെൻമെൻറ്റിലാണ് ഈ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ 3 വർഷം എന്നുണ്ടായിരുന്നത് 5 വർഷത്തേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രാൻസ്പോർട്ട് ലൈസൻസിൻ്റെ വാലിഡിറ്റി, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തത് ഹസാർഡസ് ലൈസൻസ്. ഹസാർഡ് ലൈസൻസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പെട്രോള്, ഡീസൽ, അതേപോലെ തന്നെ ഗ്യാസ്, LPG, അതേപോലെ ഈ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ലിക്വിഡ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിനും ഗ്യാസസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ലൈസൻസ് ഉണ്ടായിരിക്കും. അതാണ് നോർമലി ഹസാർഡ് ലൈസൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഹെവി ലൈസൻസ് എടുത്ത ഒരാൾക്ക് ഹസാർഡ് ലൈസൻസ് നമ്മളുടെ ലൈസൻസിലോട്ട് എൻഡോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്ന ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 year ആണ്. ഹസാർഡ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിലും അതിന്റെ വാലിഡിറ്റി ഒരു 3 വർഷം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആദ്യ കാലങ്ങളിൽ 1 വർഷമായിരുന്നു, ഇപ്പം അത് കൂട്ടിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മളുടെ ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി 6 months ആണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ വാലിഡിറ്റി 5 years ആണ്. അതേപോലെ ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി 3 years ആണ് എന്നുള്ളതാണ്
മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ പറഞ്ഞു പക്ഷെ നോൺ ട്രാൻസ്പോർട്ടിൻ്റെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോൺ ട്രാൻസ്പോർട്ടിൻ്റെ ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓരോ ക്രൈറ്റീരിയ വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ഇത്ര വർഷത്തേക്ക് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പോൾ ഓരോ ക്രൈറ്റീരിയ വെച്ചാണ് നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസിൻ്റെ വാലിഡിറ്റി ഇഷ്യൂ ചെയ്യുന്നത്. സോ അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്, നോൺ ട്രാൻസ്പോർട്ടിൻ്റെ വാലിഡിറ്റി എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിന്യൂവലോ ബേസ് ചെയ്തിട്ടാണ്. ഒരു വട്ടം റിന്യൂ ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്നായിരിക്കും അടുത്തത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ ഓരോരോ ക്രൈറ്റീരിയ അനുസരിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബിലോ 30 years ആണ് ഫസ്റ്റത്തെ ക്രൈറ്റീരിയ പറയുന്നത്. അതായത് ഒരാൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് 30 വയസ്സിന് താഴെയാണെങ്കിൽ അയാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 40 വയസ്സ് വരെയാണ്. അയാളുടെ 40 വയസ്സ് വരെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് 20 വർഷത്തേക്കൊക്കെ വാലിഡിറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ആ ആളുകളുടെ എക്സ്പയർ ആയി ഇപ്പോൾ ഏകദേശം റിന്യൂ ചെയ്യേണ്ട കാലാവധിയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 30 വയസ്സിന് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആരായാലും അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആയിരിക്കും ഇനി അയാൾക്ക് കിട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഒരാൾ 18ാമത്തെ വയസ്സിൽ ഒരാൾ 18ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാണ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണ്. 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാലും അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി. ഇനി അതല്ല ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു 28ാമത്തെ വയസ്സിലാണ് ലൈസൻസ് എടുക്കാൻ പോകുന്നതെങ്കിലും അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആയിരിക്കും അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 30 വയസ്സിന് താഴെയുള്ള ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നോൺ ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ 40 വയസ്സ് വരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോവാണ്. 30 മുതൽ 50 വയസ്സിന്റെ ഇടയിലുള്ള ഒരാൾ, അതായത് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് 50 വയസ്സിന്റെ താഴെയുള്ള ഒരാൾ, 31 ആയിക്കോട്ടെ 35 ആകാം, 50ന്റെ ഇടയിൽ ഏതൊരു ഏജിലുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് എന്നാണോ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അയാളുടെ 32 ആണെന്നുണ്ടെങ്കിൽ 32ാമത്തെ വയസ്സിൽ ഇഷ്യൂ ചെയ്യുന്നത് മുതൽ 10 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 10 വർഷത്തേക്കാണ് വാലിഡിറ്റി. സോ അയാൾ 32ാമത്തെ വയസ്സിൽ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 42 വരെ ആയിരിക്കും. 35ാമത്തെ വയസ്സിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ 45ാമത്തെ വയസ്സ് വരെ ആയിരിക്കും. ഇനി റിന്യൂവലിന്റെ ക്രൈറ്റീരിയ ആണെങ്കിലും സെയിം സംഭവം തന്നെയാണ്. ഒരാൾ 35ാമത്തെ വയസ്സിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുന്നത് എങ്കിൽ അയാളുടെ വാലിഡിറ്റി ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അയാളുടെ ആ ഒരു വാലിഡിറ്റിയും സെയിം തന്നെ ആയിരിക്കും, 10 വർഷത്തേക്കായിരിക്കും വാലിഡിറ്റി. ദെൻ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 50 മുതൽ 55 വയസ്സ് വരെയാണ്. 50 മുതൽ 55 വയസ്സ് വരെ 50 മുതൽ 55 വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരാൾക്ക് അയാളുടെ 60ാമത്തെ വയസ്സ് വരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി. അയാളുടെ 60ാമത്തെ വയസ്സ് വരെ. അപ്പോൾ 50ാമത്തെ വയസ്സ് ലൈസൻസ് എടുത്താലും അയാൾക്ക് 60ാമത്തെ വയസ്സ് വരെ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. 55ാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും അയാൾക്ക് 60ാമത്തെ വയസ്സ് വരെ കിട്ടും. ദെൻ ആഫ്റ്റർ 55 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 55 വയസ്സിന് ശേഷം എടുക്കുന്ന ആരായാലും അവർക്ക് എന്ത് ചെയ്യും, 5 വർഷത്തേക്കാണ് പുതുക്കി കൊടുക്കുക. 55ൽ എടുക്കുന്ന ഒരാൾക്ക് 60 കൊടുക്കും. ദെൻ 60ൽ വീണ്ടും അയാൾക്ക് റിന്യൂ ചെയ്യാം. ദെൻ 65 വരെ കൊടുക്കും. അങ്ങനെ അതിന് മുകളിലോട്ടുള്ള ഓരോ 5 വർഷത്തേക്കായിരിക്കും നോൺ ട്രാൻസ്പോർട്ടിന്റെ ലൈസൻസിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാരണം ഇതിൽ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറയാം, ഒരു വ്യക്തി അല്ലെങ്കിൽ രാമു എന്നുള്ള രീതിയിലൊക്കെ പറയാം. രാമു അയാളുടെ 28ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കാൻ പോയി. അയാളുടെ ലൈസൻസ് ഏത് വയസ്സിലായിരിക്കും എക്സ്പയർ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആയിരിക്കും ലൈസൻസിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെയായിരിക്കും നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം, ഇതിന്റെ ഓരോന്നിന്റെയും പീരീഡ് എന്ത് ചെയ്യണം, നോക്കി പഠിക്കണം. ആ ലൈസൻസ് നമ്മൾ ലൈസൻസ് നോക്കിയാൽ പോലും നമുക്ക് ആ ഏജിൽ ഏത് സമയത്താണോ ലൈസൻസ് എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ നിന്ന് അതിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 14 കറൻസി ഓഫ് ലൈസൻസസ് ടു ഡ്രൈവ് മോട്ടോർ വെഹിക്കിൾസ് എന്ന സെക്ഷനാണ് പറയുന്നത്. ഈ സെക്ഷനിലാണ് നമ്മുടെ ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റിയും ഹസാർഡസ് ലൈസൻസിന്റെ വാലിഡിറ്റിയും അതേപോലെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ വാലിഡിറ്റിയും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ലൈസൻസിന്റെ വാലിഡിറ്റിയും കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഇത്ര സമയം കഴിയുന്ന സമയത്ത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവും അല്ലേ. അപ്പോൾ എക്സ്പയർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസ് റിന്യൂ ചെയ്യണം. ലൈസൻസ് റിന്യൂ ചെയ്യാൻ എന്തെല്ലാം ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതും അതിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് സെക്ഷൻ 15 പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 15 റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നോക്കുന്നത്. അതിൽ കുറേ സബ് സെക്ഷൻസ് ഉണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലോസുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലോസ് ആണ് പറയുന്നത്
ഏതൊരു ലൈസൻസിങ് അതോറിറ്റിയും അപേക്ഷിച്ചാൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അതിന്റെ കാലാഹരണപ്പെടുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ പുതുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പറയുന്നത് എന്താണ്? ഏതൊരു ലൈസൻസിങ് അതോറിറ്റിക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നമ്മൾ എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാലാഹരണപ്പെടുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ പുതുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാലാഹരണപ്പെടുന്ന തീയതി പറഞ്ഞപ്പോൾ ഞാൻ ലൈസൻസ് റിന്യൂവലിന് വേണ്ടി കൊടുത്തു, നെക്സ്റ്റ് വീക്കിലാണ് എൻ്റെ ലൈസൻസ് എന്ത് ചെയ്യുന്നത് എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് മുതൽ അത് എന്ത് ചെയ്യാണ് പുതുക്കിയിട്ട് അവർക്ക് നൽകാവുന്നതാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ സെക്ഷൻ പറയുന്നത്. ദെൻ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സബ് റൂളിലോട്ട് പോകാം. രണ്ടാമത്തെ സബ് റൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കുറേ എക്സാമുകൾ, ഡ്രൈവിങ്ങിൻ്റെ കുറേ എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ മാത്രമായിട്ടുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫയർമാനോ ഫയർമാൻ ഡ്രൈവറോ അല്ലെങ്കിൽ പോലീസ് ഡ്രൈവറോ അല്ലെങ്കിൽ വേരിയസ് ഡ്രൈവറോ LDVയോ അങ്ങനെ എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാച്ചുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബാച്ചിലേക്കുള്ള ഒന്നിൽ കൂടുതൽ കോഴ്സുകളിലേക്കുള്ള ബാച്ചുകൾ കോംബോ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈവിങ്ങിൻ്റെ പുതിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്ത വീഡിയോസും റെക്കോർഡർ ക്ലാസ്സസും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സബ് റൂളിൻ്റെ അടുത്തൊരു ക്ലോസ് ആയിട്ട് പറയുകയാണ്, എന്നാൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ അതിൻ്റെ കാലാഹരണപ്പെടുന്ന തീയതിക്ക് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ കാലാഹരണപ്പെടുന്ന തീയതിക്ക് ശേഷമുള്ള 1 വർഷത്തിൻ്റെ ഉള്ളിൽ നൽകിയാൽ അത് പുതുക്കിയ തീയതി മുതൽ പ്രാബല്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി വരുന്നതാണ്. ഇപ്പം നോർമലി എന്താ പറയുന്നത്, ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡേറ്റ് ആണ് അല്ലേ. അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാം, എത്ര ദിവസം മുന്നേ വരെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി കഴിഞ്ഞ തവണ ചോദിച്ച ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ഫയർമാൻ ഡ്രൈവറിൻ്റെ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള എത്ര ദിവസം മുന്നേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2019 അമെൻമെന്റിൽ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ 1 വർഷം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ നൽകാം. അതാണ് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 ഇയർ എന്നുള്ള രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ 365 ഡേയ്സ് എന്നുള്ള പഠിക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, 365 ഡേയ്സ് എന്നുള്ള രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ 1 ഇയർ എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ 1 വർഷം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തിനുള്ളിൽ കാലാഹരണപ്പെട്ട തീയതിക്ക് ശേഷം ശേഷമുള്ള 1 വർഷത്തിനുള്ളിലും പുതുക്കാവുന്നതാണ്. ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈസൻസ് പുതുക്കാവുന്നതാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു പോയിന്റ്, കൂടാതെ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷയോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അപേക്ഷകന് 40 വയസ്സ് തികഞ്ഞതോ ആണെങ്കിൽ അതേ ഫോമിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. സെക്ഷൻ 8 ഉപവകുപ്പ് 3 സെക്ഷൻ 8 ഉപവകുപ്പ് 4 വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട് ബാധകമാകുമ്പോൾ അത്തരം എല്ലാ കേസുകൾക്കും ബാധകമായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓടിക്കുന്നത്, അതായത് ട്രാൻസ്പോർട്ട് ലൈസൻസ് ആണ് പുതുക്കാൻ നൽകുന്നത് എങ്കിലും, ഇനി നോൺ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ 40 വയസ്സ് തികഞ്ഞ ഒരാളാണ് ലൈസൻസ് പുതുക്കാൻ നൽകുന്നത് എങ്കിലും ഇതിൻ്റെ കൂടെ ലൈസൻസിൻ്റെ കൂടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ അത് ഏത് വയസ്സിൽ പുതുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ലൈസൻസ് പുതുക്കാൻ നൽകുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം 1A ആണ്. ആ കാര്യം കൂടി ജസ്റ്റ് ഈ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് എന്തായാലും നമ്മൾ കൊടുക്കണം. അല്ല ഇനി നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 40 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ സബ് റൂൾ പറയാണ്. അതിലെ രണ്ടാമത്തെ സബ് റൂൾ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചേക്കാവുന്ന അത്തരം ഫോമിൽ സമർപ്പിക്കുകയും അത്തരം രേഖകൾ സഹിതം നൽകുകയും വേണം. അപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിൻ്റെ ഫോമിൽ അതോടൊപ്പമുള്ള അതിന് ആവശ്യമായ രേഖകൾ സഹിതം, നമ്മളുടെ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതടക്കം എന്ത് ചെയ്യണം, നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ നൽകേണ്ടതാണ് എന്നാണ് ഇതിലെ രണ്ടാമത്തെ സബ് റൂൾ പറയുന്നത്.
സബ് സെക്ഷൻ പറയുന്നത്. ദെൻ മൂന്നാമത്തെ സബ് സെക്ഷൻ പറയുന്നത് എന്താ നോക്കാം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ കാലഹരണപ്പെടുന്ന തീയതിക്ക് ഒരു വർഷത്തിന് മുമ്പോ അതിലധികമോ അല്ലാത്ത പക്ഷം അത്തരം പുതുക്കലിനായി അപേക്ഷാ ഫീസ് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ നിർദ്ദേശിക്കുന്നത് പോലെയായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് പുതുക്കുന്നതോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ പുതുക്കിക്കോട്ടെ, എപ്പോഴാണ് നമ്മൾ പുതുക്കുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ അപേക്ഷിക്കേണ്ട ഒരു ഫീസ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഫീസ് എന്ന് പറയുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ റൂൾ 32 പ്രകാരമാണ് നമുക്ക് ഫീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഫീസ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ രീതിയിലുള്ള ഫീ ആയിരിക്കും നമ്മൾ നൽകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത് നാലാമത്തെ സബ് റൂൾ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ അതിൻ്റെ കാലഹരണപ്പെടുന്ന തീയതി കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അത്തരം പുതുക്കലിനായി അടയ്ക്കേണ്ട ഫീസ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചേക്കാവുന്ന തുകയായിരിക്കും. നോർമലി നമുക്കറിയാം നമ്മൾ ലൈസൻസ് പുതുക്കാൻ കൊടുക്കുന്ന ഒരു ഫീ ഉണ്ട്. അതല്ല നമ്മൾ ലേറ്റായി അല്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതുക്കാൻ കൊടുക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ ലൈസൻസ് എക്സ്പയർ ആയതിനു ശേഷമാണ് പുതുക്കാൻ കൊടുക്കുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഒരു ഫീസ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. ആ ഫീ പ്രകാരമായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ അടുത്തൊന്ന്, എന്നാൽ ഉപവകുപ്പ് 3 വ്യക്തമാക്കിയ സമയത്തിനുള്ളിൽ അപേക്ഷനെ അപേക്ഷിക്കുന്നതിൽ നിന്ന് നല്ലതും മതിയായ കാരണത്താൽ തടഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ ഈ ഉപവകുപ്പ് പ്രകാരം നടത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് ലൈസൻസിങ് അതോറിറ്റിക്ക് ഉപവകുപ്പ് 3 പരാമർശിച്ചിരിക്കുന്ന ഫീസ് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നോർമലി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫീസിൻ്റെ കാര്യം തന്നെയാണ് ഈ ഒരു പോയിന്റിലും പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ നോക്കാം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ സെക്ഷൻ 9 ഉപവകുപ്പ് 3 പരാമർശിച്ചിരിക്കുന്ന വാഹനം ഓടിക്കാനുള്ള കഴിവിൻ്റെ പരിശോധനയ്ക്ക് അപേക്ഷൻ വിധേയനാവുകയും തൃപ്തികരമായി വിജയിക്കുകയും ചെയ്തില്ലെങ്കിൽ ലൈസൻസിങ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ വിസമ്മതിക്കാവുന്നതാണ്. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടി നൽകുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടി നൽകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിങ് അതോറിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് എക്സ്ട്രാ ഒരു ടെസ്റ്റ്, നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതാണ്. അത് നടത്തിയിട്ട് അയാൾക്ക് അത് ഏബിൾ അല്ലെങ്കിൽ അത് നടത്താൻ ഓക്കെ അല്ലെങ്കിൽ അയാൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിനെ വിസമ്മതിക്കാവുന്നതാണ്. അതായത് പുതുക്കി നൽകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഡേറ്റും കഴിഞ്ഞ് ഒരു വർഷം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സബ് സെക്ഷനിലൂടെ പറയുന്നത്. ഇനി ലാസ്റ്റ് 2 സബ്സെക്ഷൻസ് ആണ്. പുതുക്കുന്നതിനുള്ള അപേക്ഷ നിരസിച്ചാൽ അടച്ച ഫീസ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിലും വിധത്തിലും തിരികെ നൽകും. ഇപ്പോൾ നമ്മൾ റിന്യൂവലിന് വേണ്ടിയിട്ട് ഫീ കൊടുത്തിട്ട് നമ്മളുടെ അപേക്ഷ എന്ത് ചെയ്യാണ്, നിരസിക്കുകയാണ്, അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച ഫീസ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന അതോറിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ അധികാരിയല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ അതോറിറ്റിയെ പുതുക്കലിന്റെ വസ്തുത അറിയിക്കും. അപ്പോൾ നമ്മൾക്ക് നോർമലി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന അതോറിറ്റി, ഏതെങ്കിലും നമ്മൾ നോർമലി ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ അതോറിറ്റിയിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, നമ്മളെ ലൈസൻസ് പുതുക്കാൻ കൊടുക്കുന്നത് മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റി ആണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ റീജിയണൽ RT ഓഫീസിൽ നിന്ന് നമ്മൾ നോർമലി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമ്മൾ ലൈസൻസ് എടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ തൊട്ടടുത്തൊക്കെ സബ് RT ഓഫീസുകൾ വരും അല്ലേ. അപ്പോൾ നമുക്ക് ലൈസൻസ് പുതുക്കാൻ വേണ്ടി അവിടെ കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നൽകിയ അതോറിറ്റിയെ ഈ പുതുക്കുന്ന വസ്തുത അവർ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു 6ാമത്തെ സബ്സെക്ഷനിലൂടെ പറയുന്നത്. സോ ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ലൈസൻസിന്റെ വാലിഡിറ്റി എന്നുള്ള കാര്യങ്ങളും. അപ്പോൾ ജസ്റ്റ് വാലിഡിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈവർ എക്സാമുകൾ ഈ 2025 ഒട്ടനവധി ഡ്രൈവർ എക്സാമുകൾ വരികയാണ്. അപ്പോൾ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഏകദേശം ഡ്രൈവിങ്ങിന്റെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോർമലി ഉള്ള എക്സാമുകൾക്ക് നമുക്ക് കോംബോ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ പോലീസിനും ഫയറിനും ഒരേപോലെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് ഡ്രൈവറായിട്ടും ഫയർ ഡ്രൈവറായിട്ടും ഡ്രൈവിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടലി 100% തന്നെ പറയാം, നമുക്ക് എന്തായിരിക്കും സെയിം സംഭവം തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിങ്ങിന്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോംബോ ബാച്ചുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം, നമുക്ക് റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ഫുള്ളി സിലബസിനെ ബേസ് ചെയ്ത് റെക്കോർഡർ ക്ലാസ് ഉണ്ടായിരിക്കും, അപ്ഡേറ്റഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ നമ്മൾ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള 30 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റാങ്ക് നിയന്ത്രിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഡ്രൈവറിന്റെ ഈ ഒരു ഏരിയയാണ്.
ഡ്രൈവിങ്ങിൻ്റെ ഭാഗമാണ്, സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ ഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നമുക്ക് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻറ്ററോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.